മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വി.എം. സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് വിളിപ്പിച്ചത്. ഇന്ന് തന്നെ 3 പേരും ഡൽഹിയിലേക്ക് പോയേക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, ഏത് സാഹചര്യത്തിലാണ് 3 പേരെയും തിടുക്കത്തിൽ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? സുഹേല, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തുകയും 2 ദിവസം വ്യത്യസ്തമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഗുലാം നബി ആസാദിന് നൽകി. അദ്ദേഹം ഒരു ദിവസം അവിടെ താമസിക്കുകയും വിവിധ വിഭാഗങ്ങളിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം പല വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് എ വിഭാഗം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന എ വിഭാഗം, രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള ഐ വിഭാഗം, അതോടൊപ്പം തന്നെ സുധീരൻ വിഭാഗം, ഇവരെല്ലാം തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച കൂടി നടത്തി ഒരു സമവായം ഉണ്ടാക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നൊരു നിലപാടിലേക്ക് ഗുലാം നബി ആസാദ് എത്തിയതായാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയ ശേഷം ഡൽഹിയിലേക്ക് 3 പേരെ വിളിപ്പിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് വി.എം. സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്നും നാളെയുമായി ഡൽഹിയിലേക്ക് തിരിച്ചേക്കും. നാളെ നടക്കുന്ന ഡൽഹിയിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. 3 പേരെയും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സമവായത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. അതേസമയം പലർക്കും, പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ പരിഗണിക്കാനും ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നതെന്നാണ് സൂചന. എന്തായാലും ഡൽഹി നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമായിരിക്കും. സുഹേല, അസ്ലം, തർക്കപരിഹാരം മാത്രമാണോ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രാഥമിക ചർച്ചകളാണ് ഗുലാം നബി ആസാദ് നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. അതേസമയം അതിൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തതയും കുറച്ചുകൂടി പല വിഭാഗങ്ങൾ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ കുറെ കൂടി ഒരു സമവായത്തിലെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അതോടൊപ്പം തന്നെ ഈ 3 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സമവായമായിരിക്കും ഡൽഹി ചർച്ചകൾ പ്രധാനമായിട്ട് നടക്കുക. അതുപോലെ മാത്രമല്ല, കോൺഗ്രസ് സീറ്റ് സംബന്ധിച്ച് ഒരുപക്ഷെ മൊത്തത്തിൽ എങ്ങനെ വിഭജിക്കണമെന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക ധാരണ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കും. സുഹൈല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വി.എം. സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകി.